അണ്ടർ-19 ഏഷ്യാകപ്പ് ടൂർണമെന്റിന്റെ ഫൈനലിൽ കടന്നു ഇന്ത്യൻ കൗമാരപ്പട. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ 8 വിക്കറ്റിന് ലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. അർദ്ധ സെഞ്ചുറി നേടിയ മലയാളി താരമായ ആരോൺ ജോർജും വികാൽ മൽഹോത്രയുമാണ് ഇന്ത്യക്ക് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. മഴയെ തുടർന്ന് സെമിഫൈനൽ മത്സരം 20 ഓവറായി കുറച്ചിരുന്നു. ഇന്ത്യ സമയം രാവിലെ 10:30 ആരംഭിക്കേണ്ട മത്സരം മഴ കാരണം ഉച്ചകഴിഞ്ഞ് 3:30 ആരംഭിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ലങ്ക നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസാണ് നേടിയത്. ഹെനിം പട്ടേലും കനിഷ്ക് ചൗഹാനും ഇന്ത്യക്ക് വേണ്ടി 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നു. ഏറെ പ്രതീക്ഷ വെച്ച വൈഭവ് സൂര്യവംശിയും ക്യാപ്റ്റൻ ആയുഷ് മാത്രയും ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി. രണ്ടക്കം കാണാതെ ആയുഷ് മാത്ര 7 റൺസിനും സൂര്യവംശി 9 റൺസിനും പുറത്തായി. തുടക്കത്തിൽ പതറിപ്പോയ ഇന്ത്യയെ പിന്നീട് രക്ഷപ്പെടുത്തിയത് 3-ാം വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു. ആരോണും വികാലും ചേർന്ന് വിക്കറ്റ് നഷ്ടം കൂടാതെ ഇന്ത്യയെ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. 2 ഓവർ ബാക്കി വെച്ച് ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടന്നു. 41 പന്തിൽ 1 സിക്സും 4 ഫോറും അടക്കം ആരോൺ ജോർജ് 58 റൺസ് നേടിയപ്പോൾ 45 പന്തിൽ 2 സിക്സും 4 ഫോറും അടക്കം വികാൽ മൽഹോത്ര 61 റൺസ് നേടി.